ഈ വർഷം ഏകദേശം 40ഓളം പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു. ഇംഗ്ലീഷിലും മലയാളത്തിലുമായിട്ട് കൂടുതലും മലയാളം പുസ്തകങ്ങൾ തന്നെയായിരുന്നു. ഞാൻ ത്രില്ലറുകൾ കൂടുതലായിട്ട് വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെന്ന് ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ സാധാരണ വായനയ്ക്കായിട്ട് കൂടുതലും ത്രില്ലറുകൾ തന്നെയാണ് തിരഞ്ഞെടുക്കാറ്. എന്നാൽ ഈ വർഷം പല ജോണറുകളിലുള്ള പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് വായിക്കണം എന്നൊരു ആഗ്രഹം തുടക്കത്തിലേ ഉണ്ടായിരുന്നു. അത് കാരണം തന്നെ ഈ വർഷം റൊമാൻസ്, സയൻസ് ഫിക്ഷൻ, നോൺ ഫിക്ഷൻ, അതുപോലെ ഷോർട്ട് സ്റ്റോറീസ്, അങ്ങനെ പല ജോണറിലുള്ള പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അതിന് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ 2025 ശരിക്കും ഒരു വായനക്കാരി എന്നുള്ള നിലയിൽ എന്നെ തൃപ്തിപ്പെടുത്തിയ വർഷം തന്നെയാണ്. അപ്പോൾ ഞാൻ വായിച്ച പുസ്തകങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണമെന്ന് തോന്നി. ഒരു 40ഓളം പുസ്തകങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഒറ്റ വീഡിയോ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെന്തി ആവുമോ എന്നുള്ളതുകൊണ്ട് പാർട്ടുകളായിട്ട് ഇടാമെന്ന് വിചാരിക്കുകയാണ്. അതിലെ ആദ്യത്തെ പാർട്ടാണിത്. ഇന്ന് നോൺ ഫിക്ഷൻ, 3 നോൺ ഫിക്ഷൻ പുസ്തകങ്ങളേ ഉള്ളൂ. അപ്പോൾ ആ നോൺ ഫിക്ഷൻ പുസ്തകങ്ങളും കുറച്ച് ഫിക്ഷൻ പുസ്തകങ്ങളും മൊത്തത്തിൽ ഒരു 12 ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പുസ്തകങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗായത്രി അരുൺ എഴുതിയ യാത്രയ്ക്കപ്പുറം, ബിപിൻ ചന്ദ്രൻ എഴുതിയ മമ്മൂട്ടി കമ്പനി, രജീഷ് കുമാറിന്റെ വർത്തമാന പുസ്തകം, സന്തോഷ് കുമാർ എഴുതിയ തപോമയ്യയുടെ അച്ഛൻ, എസ് ഹരീഷിന്റെ പട്ടുനൂൽ പുഴു, അജയ് പി മങ്ങാടിന്റെ സൂസനയുടെ ഗ്രന്ഥപുര, ശാശ്വതന്റെ വിലാപഭൂമി, അഖിൽ പി ധർമ്മജന്റെ മെർക്കുറി ഐലൻഡ്, പി.ജി. ജെയിംസിന്റെ ചോരശാസ്ത്രമാണ്, പത്മരാജന്റെ ഉദകപ്പോള, സൂരജ് എഴുതിയ വേടന, സന്ദീപിന്റെ സ്വപ്നവ്യൂഹമാണ്. അപ്പോൾ ഈ 12 പുസ്തകങ്ങളിൽ നിന്ന് ഏതെങ്കിലും പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതിനെ കുറിച്ച് കമന്റ് ചെയ്യുക. ഏതെങ്കിലും പുസ്തകങ്ങൾ വായിക്കാൻ പ്ലാൻ ഉണ്ട്, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. പലതിന്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അല്ലാത്തത് വരും ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.